എനിക്ക് അക്ഷയുടെ അങ്ങനെ ഒരുപാട് അക്ഷയ്ക്ക് ഞാൻ ചോദിക്കുന്നത് കേൾക്കാൻ അവിടെ കഴിയില്ല വീടും ആ എന്ന് എനിക്കറിയാം. പരിസരങ്ങളും ചുറ്റിപ്പറ്റി ഞങ്ങൾക്ക് എങ്കിലും ഒരുപാട് കഥകളുണ്ട് സാറേ. ഒരുപാട് അക്ഷയുടെ ഇനി ഒരു സ്വപ്നം എന്താണ്? മൊത്തത്തിൽ ഇന്ന് മിടുക്കിയായ അവിടെ അക്ഷയും ചെന്നപ്പോൾ രണ്ടാമത്തെ മനസ്സ് രണ്ട് കുട്ടികളല്ലേ, രണ്ടുപേരുടെ പേരും ഒന്ന് പറയാമോ? എന്നിട്ട് അക്ഷയ പറയൂ, അക്ഷയ്ക്ക് എന്താണ് ഇനി ഒരു സ്വപ്നം? ഒന്നും തകർന്നിട്ടില്ല. അക്ഷയ മക്കളുണ്ടല്ലോ, ആ മക്കൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി ഇതിനേക്കാൾ നല്ല വീട് നിങ്ങൾക്ക് സമ്മാനിക്കാൻ നിങ്ങളുടെ മക്കൾക്ക് സാധിക്കും. അത്രയും മിടുക്കികളാണ് രണ്ടുപേരും. അതുകൊണ്ട് അതിൽ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ജയേഷ്. ഇതൊക്കെ സംഭവിച്ചു, നമുക്ക് ജീവൻ തിരിച്ചു കിട്ടിയതിന് വലിയ കാര്യം. മക്കൾക്ക് ഒരു പരിക്കും ഇല്ലാതെ തിരിച്ചു കിട്ടിയില്ലേ ഈ അക്ഷയ്ക്കും. മൂത്തയാളുടെ പേരെന്താണ്? മൂത്താളെ പേര് അക്ഷയ, രണ്ടാമത്തെ മോളെ പേര് അപർണ. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് അക്ഷയാണ്, നമ്മുടെ നാടകനടി, പാട്ടുപാടും കലാപ്രതിഭയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് അല്ലേ അക്ഷയ? അക്ഷയുടെ ഒരു അടുത്ത ഡ്രീം എന്താണെന്ന് കൂടി ഒന്ന് ചോദിക്കൂ ജയേഷ്. ആ മോളൊന്ന് പറയട്ടെ, മോളുടെ ശബ്ദം കേട്ടില്ല ഇതുവരെ. ഓക്കെ, എന്താ അക്ഷയ ആഗ്രഹം ഇനി മുന്നോട്ട് പോകാൻ? സാർ, ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ടീച്ചർ ആവണമെന്ന്. അപ്പോൾ അതിനെനിക്ക് പ്രചോദനമായത് നമ്മുടെ ഈ ഉണ്ണിമാഷന്നെയായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഡിഗ്രി ചെയ്തു. ബ്രണ്ണൻ കോളേജിലാണ് ഡിഗ്രി ചെയ്തത്. അതിനുശേഷം ഞാൻ BEd ചെയ്തു. ഇവിടെ വയനാട്ടിൽ കണിയാമ്പറ്റ കോളേജിൽ തന്നെയാണ് BEd ചെയ്തത്. അതിനുശേഷം ഞാനിപ്പോൾ MA ചെയ്തു. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലാണ് ഞാൻ MA ചെയ്തത്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പണ്ട് മുതലേ അധ്യാപികയാവണമെന്ന്. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് ആയിരുന്നു. അപ്പോൾ MA പഠനം പൂർത്തിയായി വന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. സർട്ടിഫിക്കറ്റുകളും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഇനി എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയുന്നില്ല. ആകെ പേടിയാണ്, എപ്പോഴും ഭയങ്കര ഒരു പേടിയാണ്. ആ ഒരു ദുരന്തത്തിന് ശേഷം മനസ്സൊക്കെ വല്ലാതെ വേദനയാണ്. ഒന്നും നമുക്ക് മുന്നോട്ടൊന്നും ചെയ്യാനൊന്നും കഴിയുന്നില്ല. എന്തിനി ചെയ്യും എന്നുള്ള ഒരു പേടിയിലാണ് ഇപ്പോഴും. ജയേഷ്, മകള് കേൾക്കുന്നുണ്ടെങ്കിൽ മകളോട് പറയൂ, ഇനിയിപ്പോൾ മുന്നോട്ട് അധ്യാപികയായി പോകണമെന്നും ഇനിയിപ്പോൾ കേട്ടറ്റ് പരീക്ഷ എഴുതണം, അതിനുശേഷം എനിക്കൊന്ന് സെറ്റ് പരീക്ഷ എഴുതണം. UGC ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടോ മകൾക്ക്, അക്ഷയ്ക്ക്? അതെ, ഉണ്ട് സാറേ. മോള് ഈ പറഞ്ഞ പോലെ തന്നെ കേട്ടറ്റ് എഴുതി എടുത്തിട്ടുണ്ട്. അവൾ കേട്ടറ്റ് പാസ്സായിട്ടുണ്ട്. ഇനി UGC എല്ലാം ഇനി എഴുതണം. കാരണം അവൾ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു പിന്നെ മകൾക്കൊരു ജോലി എന്നുള്ളത്. ഞാൻ അവളെ എൻ്റെ മിക്ക ദിവസങ്ങളിലും ഇപ്പോഴൊക്കെ ഇൻ്റർവ്യൂക്ക് വിളിച്ചിട്ടുണ്ട് അച്ഛാന്ന് പറയുമ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളിലും എൻ്റെ ആ ജോലി വരെ കളഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് വയനാട്ടിലെ ഒരുപാട് സ്കൂളുകളിൽ ഞങ്ങൾ കയറി ഇറങ്ങി ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം PSC ലിസ്റ്റിലുള്ളവരാണ് പരിഗണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിലൂടെ റിപ്പോർട്ടിലൂടെ എനിക്ക് പറയാനുള്ളത് സാറേ, ഇനിയിപ്പോൾ മക്കളെ വിദ്യാഭ്യാസമൊക്കെ ഈ ലെവലിലാണ്. പക്ഷേ ഇനിയിപ്പോൾ അവരെ ഒന്ന് മുന്നിൽ പരിഗണിച്ചിട്ട് സർക്കാർ ഈ ദുരന്ത മേഖലയിൽ ആയവരെ ഒന്ന് പരിഗണിച്ചിട്ട് എൻ്റെ മക്കളെയൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് എത്തിക്കണം എന്നാണ് സാർ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരു കാര്യം ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും ജയേഷ്, അക്ഷയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അക്ഷയ ആഗ്രഹിക്കുന്ന ഒരു കോച്ചിങ് സെന്ററിൽ ഒരു വർഷം നമുക്ക് നെറ്റ് പരീക്ഷ പഠിക്കുന്നതിനുള്ള എല്ലാ ചെലവും നമുക്ക് ഏറ്റെടുക്കാം. അവിടെ പോയി പഠിക്കട്ടെ. അതിനിടയ്ക്ക് നമുക്കൊരു ജോലിയും അക്ഷയ്ക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നമുക്ക് ഉറപ്പാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കാം. ഒരുപാട് പേരെന്തായാലും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളും അത് ഓർമ്മിപ്പിക്കാം. നമുക്ക് പരിചയമുള്ള മാനേജ്മെൻറ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാം. താൽക്കാലികമായിട്ടാണെങ്കിലും ഉടനെ ഒരു ജോലി നമുക്ക് അക്ഷയ്ക്ക് കൊടുക്കാം. നെറ്റ് പരീക്ഷ പഠിക്കാനുള്ള എല്ലാ ചിലവുകളും അത് അക്ഷയ്ക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ഥലമാണോ അവിടെ പോയി അക്ഷയ്ക്ക് നെറ്റ് കോച്ചിങ്ങിന് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒരു വർഷം അക്ഷയ പഠിക്കട്ടെ. അതിനുള്ള എല്ലാ ചിലവുകളും ഹോസ്റ്റൽ ഫീസ് അടക്കം ട്യൂഷൻ ഫീ അടക്കം നമുക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം. കേട്ടോ ജയേഷ്, നമുക്ക് ജോലിയുടെ കാര്യം തീർച്ചയായിട്ടും നമുക്ക് സർക്കാരിന് പ്രത്യേകിച്ച് പരിഗണന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റ് സ്കൂളുകളൊക്കെ ഒരുപാട് പേരുണ്ട്. കാര്യം അക്ഷയെ പോലെ മിടുക്കിയ ഒരു ടീച്ചറെ കിട്ടാൻ ആരാ ആഗ്രഹിക്കാത്തത് ജയേഷ്? അതെ, തീർച്ചയായിട്ടും സാറേ. ഓക്കെ, താങ്ക് യു ജയേഷ്. അപ്പോൾ സന്തോഷമായിട്ടിരിക്കാൻ പറയാ. മകളോട് ഇനി സ്വപ്നങ്ങളൊന്നും തകർന്നിട്ടില്ല. സാറ് പറഞ്ഞ പോലെ തന്നെ മോള് നല്ല കഴിവുള്ള കുട്ടിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.